നാറ്റോ ഉച്ചകോടി നടക്കുന്നതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചതിൽ മുതിർന്ന യു.എസ് നയതന്ത്രജ്ഞർക്ക് അതൃപ്തിയെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായാണ് മോദി റഷ്യയിലെത്തിയത്. യു.എസുമായി നിരവധി വിഷയങ്ങളിൽ സഹകരണ കരാറുകൾ ഇന്ത്യ ഏർപ്പെട്ടിരിക്കെയാണ് ആ രാജ്യം ഉപരോധമേർപ്പെടുത്തിയ റഷ്യയിൽ മോദി എത്തിയത്. മോദി പുടിൻ കൂടിക്കാഴ്ച മാറ്റിവെക്കണമെന്ന് യു.എസ് പ്രതിനിധികൾ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിനോദ് ക്വത്രയോട് നിർദ്ദേശിച്ചിരുന്നതായും വിവരമുണ്ട്. ഈ മാസം ആദ്യം യു.എസ് സ്റ്റേറ്റ് ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് ആവശ്യവുമായി രംഗത്ത് വന്നത്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം മാനിക്കുന്നുവെന്നും എന്നാൽ നാറ്റോ ഉച്ചകോടിയുടെ സമയത്ത് ആകരുതെന്നും സെക്രട്ടറി ആവശ്യപ്പെട്ടിരുന്നു. ചൈനയുമായി തർക്കമുണ്ടായാൽ റഷ്യ ഇന്ത്യക്കൊപ്പം നിൽക്കില്ലെന്നും അവർ ബെയ്ജിങ്ങിനോട് കൂടുതൽ അടുക്കുകയാണ് എന്നും യു.എസ് സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ മുന്നറിയിപ്പ് നൽകി. റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തെ ഇന്ത്യ അപലപിക്കാത്തതിലും യു.എസിന് അതൃപ്തിയുണ്ട്. അതേസമയം ഇന്ത്യ റഷ്യയുമായി അടുക്കുന്നതിലൂടെ ചൈനയും റഷ്യയുമായി അടുക്കുന്നതിനെ തടയാനാകുമെന്ന് ഒരു വിഭാഗം നയതന്ത്രജ്ഞർ പറയുന്നു. ചൈന റഷ്യ ബന്ധം ദൃഢമായാൽ യു.എസിന് ഭീഷണിയാകുമെന്നും ഇത് തടയാൻ ഇന്ത്യക്ക് കഴിയുമെന്നും അവർ കണക്കുകൂട്ടുന്നു. ദ്വിദിന സന്ദർശനത്തിന് മോസ്കോയിലെത്തിയ മോദി റഷ്യ എക്കാലത്തും ഇന്ത്യയുടെ സുഹൃത്താണെന്ന് പറഞ്ഞിരുന്നു. റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ മോദി ഏറ്റുവാങ്ങി. അതേസമയം അമേരിക്ക റഷ്യ ഇന്ത്യ ചർച്ചകളിൽ നൽകിയ മുന്നറിയിപ്പിനോട് പ്രതികരിക്കാതെയാണ് വിദേശകാര്യ മന്ത്രാലയം ഇരുന്നത്. ഇന്ത്യ യുദ്ധത്തിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കണമെന്നും അമേരിക്കയുമായുള്ള ബന്ധത്തെ ലളിതമായി കാണരുതെന്നുമാണ് അമേരിക്കൻ അംബാസിഡർ മുന്നറിയിപ്പ് നൽകിയത്. സംഘർഷ സമയത്ത് തന്ത്രപ്രധാന നിഷ്പക്ഷത എന്നൊന്നില്ല. യുദ്ധത്തിനെതിരെ ശക്തമായ നിലപാടാണ് ആവശ്യമെന്നും ഒരേസമയം എല്ലാവരുടെയും സുഹൃത്താകാൻ കഴിയില്ലെന്നും അമേരിക്കൻ അംബാസിഡർ അഭിപ്രായപ്പെട്ടിരുന്നു. നാറ്റോ ഉച്ചകോടി തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് റഷ്യയിലെത്തി പുടിനെ ആലിംഗനം ചെയ്ത സൗഹൃദം പ്രകടിപ്പിച്ച മോദിയുടെ നീക്കത്തിൽ അമേരിക്കയ്ക്ക് കടുത്ത നീരസമുണ്ടെന്നുള്ള സൂചനയാണ് ഈ അഭിപ്രായ പ്രകടനത്തോടെ പുറത്തുവന്നത്. അന്താരാഷ്ട്ര തലത്തിൽ മോദിയുടെ റഷ്യ സന്ദർശനം വലിയ ചർച്ചയായി. പിന്നാലെ നാറ്റോ ഉച്ചകോടി തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് റഷ്യയിലെത്തി മോദി പുടിനെ ആലിംഗനം ചെയ്തത് സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയായെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തുറന്നടിച്ചത്. അതേസമയം യുക്രൈനിൽ റഷ്യ നടത്തുന്ന ആക്രമണങ്ങൾ ഉടൻ നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് യു.എൻ രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ വോട്ട് ചെയ്യാതെ വിട്ടുനിന്നു ഇന്ത്യ. യുക്രൈനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉടൻ നിർത്തണമെന്നും സപ്പോരിജിയ ആണവ നിലയത്തിൽ നിന്ന് റഷ്യൻ സൈനികരെ ഉടൻ പിൻവലിക്കണമെന്നുമാണ് അടിയന്തര പ്രമേയത്തിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിൽ നിന്നും വിട്ടുനിൽക്കുന്ന നടപടിയാണ് ഇന്ത്യ സ്വീകരിച്ചത്. 193 അംഗം യു.എൻ ജനറൽ അസംബ്ലിയിൽ 99 അംഗങ്ങളുടെ വോട്ടോടെ പ്രമേയം പാസായി. ഇന്ത്യക്ക് പുറമെ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ചൈന, ഈജിപ്ത്, നേപ്പാൾ, പാകിസ്ഥാൻ, സൗദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ബെലാറസ്, ക്യൂബ, ഉത്തര കൊറിയ, റഷ്യ, സിറിയ എന്നീ രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്തു. സപ്പോരിജിയ ആണവ നിലയത്തിന്റെ സുരക്ഷ ഉൾപ്പെടെ കണക്കിലെടുത്ത യുക്രൈനിലെ ആക്രമണം റഷ്യ ഉടൻ അവസാനിപ്പിക്കണമെന്നും സൈന്യത്തെ പിൻവലിക്കണമെന്നുമാണ് പ്രമേയത്തിൽ ആവശ്യപ്പെട്ടത്. യുക്രൈനിലെ എല്ലാ ആണവ നിലയങ്ങളിൽ നിന്നും സൈന്യത്തെ ഉടൻ പിൻവലിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. ഫ്രാൻസ്, ജർമ്മനി, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെ യുക്രൈനാണ് പ്രമേയം അവതരിപ്പിച്ചത്. നേരത്തെ ഗാസയിലെ വെടിനിർത്തൽ പ്രമേയത്തിൽ നിന്നും സമാനമായ രീതിയിൽ ഇന്ത്യ വിട്ടുനിന്നിട്ടുണ്ട്. ഇത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.